അപ്പോൾ ഇനിയുള്ള സമയം നമുക്ക് സംശയ നിവാരണത്തിനുള്ളതാണ്. പാമ്പ് കടിയേറ്റാൽ എന്ത് ചെയ്യണം? വീടിനകത്ത് ഇങ്ങനെ പാമ്പ് വരുന്നത് എന്തുകൊണ്ടാണ്? അതൊഴിവാക്കാൻ എന്ത് ചെയ്യണം? ഇനി പാമ്പ് കടിയേറ്റ് കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? പാമ്പ് കടിയേൽക്കാതിരിക്കാൻ എന്ത് ചെയ്യണം? ഈ ചൂട് കാലത്ത് പാമ്പുകളിൽ നിന്ന് പ്രതിരോധ നടപടികൾക്കായി നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്ന കാര്യങ്ങളിലൊക്കെയുള്ള സംശയ നിവാരണങ്ങൾക്കുള്ള അവസരമാണ്. പ്രേക്ഷകർക്കും വിളിക്കാവുന്നതാണ്. പ്രേക്ഷകർക്ക് വിളിക്കാനുള്ള നമ്പർ നമ്മുടെ സ്ക്രീനിൽ നൽകും. നമ്മോടൊപ്പം ഇപ്പോൾ സർപ്പ സ്റ്റേറ്റ് നോഡൽ ഓഫീസർ മുഹമ്മദ് അൻവർ ചേരുന്നുണ്ട്. സർപ്പ എന്ന് പറയുന്നത് കേരള വനം വകുപ്പിൻ്റെ ഈ പാമ്പുമായി ബന്ധപ്പെട്ട അവബോധ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു പ്രത്യേക വിഭാഗമാണ്. സർപ്പയ്ക്ക് ഒരു ആപ്ലിക്കേഷനുണ്ട്. അപ്പോൾ ഈ സർപ്പ സ്റ്റേറ്റ് നോഡൽ ഓഫീസർ കൂടിയാണ് മുഹമ്മദ് അൻവർ നമ്മോടൊപ്പം ചേരുന്നു. സ്വാഗതം ശ്രീ മുഹമ്മദ് അൻവർ ന്യൂസ് ആഫ്റ്റർനൂണിലേക്ക്. ശ്രീ മുഹമ്മദ് അൻവർ, നമുക്ക് ഈ കോടാലിയിൽ നിന്ന് തുടങ്ങാമെന്ന് കരുതുന്നു. കോടാലിയിൽ ഒരു അപൂർവ സംഭവമാണ്. അങ്ങനെ നമ്മുടെ നാട്ടിൻപുറങ്ങളിലൊന്നും കേട്ടുകേൾവിയില്ലാത്തൊരു സംഗതിയാണ്. ആ വീടിനുള്ളിൽ പലവട്ടം പാമ്പുകളെ കാണുകയാണ്. ഇപ്പോൾ ചൂടുകാലത്ത് സ്വാഭാവികമാണ് പാമ്പുകൾ വീടുകളിലേക്കൊക്കെ കടന്നു വരാൻ നമ്മൾ ജനലും വാതിലും ഒക്കെ തുറന്നിടുമ്പോൾ രാത്രിയിൽ കടന്നു വരാറുണ്ട്. പക്ഷേ അതിനെ ആട്ടി ഓടിച്ചു കഴിഞ്ഞാൽ പിന്നീട് അങ്ങനെ വരുന്നൊരു സംഭവം നമ്മുടെ നാട്ടിൻപുറങ്ങളിൽ ഉണ്ടാവില്ല. പക്ഷേ കോടാലിയിൽ 2 കുഞ്ഞുങ്ങളെ കടിക്കുന്നു, ഒരു കുഞ്ഞ് മരിക്കുന്നു. വീണ്ടും വീണ്ടും അവിടെ ആ പാമ്പിനെ കാണുന്നു. ഇന്നിപ്പോൾ തറ ഇടിച്ച് പൊളിച്ച് പരിശോധിച്ചെങ്കിലും പാമ്പിനെ കാണാൻ പറ്റുന്നില്ല. അപ്പോൾ നിങ്ങളുടെ അനുഭവത്തിൽ ഇത്രയും കാലത്തെ സർവീസിനിടൊക്കെ ഇങ്ങനത്തെ സംഭവം ഉണ്ടായിട്ടുണ്ടോ? എന്താണ് കോടാലിൽ ശരിക്കും സംഭവിക്കുന്നത്? ഇത്തരത്തിലുള്ള സംഭവങ്ങൾ മുമ്പ് ഉണ്ടാകാറുണ്ട്. അതായത് ഇപ്പോഴത്തെ ഈ ഒരു കാലാവസ്ഥയുടെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കടുത്ത വേനലാണ്. അതോടൊപ്പം തന്നെ കുഞ്ഞു പാമ്പുകളെ പലയിടത്തുമായി കണ്ടുവരുന്ന ഒരു സീസണാണ്. പാമ്പുകളുടെ പ്രജനനകാലമാണ്. പ്രത്യേകിച്ച് വിഷമുള്ള ഇനത്തിൽപ്പെട്ട പാമ്പുകളുടെയൊക്കെ പ്രജനനകാലമാണ്. അപ്പോൾ ഈ ഒരു പ്രജനനകാലത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പാമ്പിനെ കണ്ട സ്ഥലത്ത് വീണ്ടും പാമ്പ് കുഞ്ഞുങ്ങളെ കാണാനുള്ളൊരു സാധ്യതയുണ്ട്. ഇണചേരൽ കാലത്തും ഈ ഒരു സാഹചര്യം നമ്മൾ അനുഭവപ്പെട്ടിട്ടുണ്ട്. നേരത്തെ തന്നെ പല സ്ഥലങ്ങളിലും ഇത്തരത്തിലൊരു സാഹചര്യം നമ്മൾ നേരിട്ടിട്ടുണ്ട്. ഒരു പാമ്പിനെ റെസ്ക്യൂ ചെയ്ത സ്ഥലത്ത് വീണ്ടും വീണ്ടും ചിലപ്പോൾ അതേ ഇനത്തിലുള്ള പാമ്പുകളെ കാണാനുള്ള സാധ്യത കാണുന്നുണ്ട്. അത് ഇണചേരൽ കാലത്തും ആ ഒരു സാഹചര്യം നമ്മൾ ആവർത്തിച്ച് പലയിടങ്ങളിലായിട്ട് നേരത്തെ ഫേസ് ചെയ്തേണ്ട സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ കുഞ്ഞു പാമ്പുകളെ കാണുമ്പോൾ നമ്മൾ പ്രത്യേകിച്ച് അതിൻ്റെ ഒരു ആ പാമ്പിനെ പിടികൂടാനോ ആ സ്ഥലം ഒന്ന് പരിശോധിക്കാനോ സാധാരണക്കാർ ശ്രമിക്കരുത് എന്നൊരു മുന്നറിയിപ്പ് വനംവകുപ്പ് നൽകുന്നതിൻ്റെ തന്നെ പ്രധാനപ്പെട്ട കാരണം അവിടെ ആ കണ്ട സ്ഥലത്തോ അല്ലെങ്കിൽ അതിൻ്റെ തൊട്ടടുത്ത സ്ഥലങ്ങളിലോ ഒന്നിലധികം പാമ്പ് കുഞ്ഞുങ്ങളെ കാണാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അത് ഈ ഒരു പ്രജനനകാലത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു മുൻകരുതൽ നടപടി എന്ന് പറയുന്നത് ആ ഒരു പാമ്പും കുഞ്ഞുങ്ങളെയൊക്കെ കാണുന്ന ഒരു സാഹചര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ പൊതുജനങ്ങൾ അവിടെ പരിശോധന നടത്താതെ പെട്ടെന്ന് തന്നെ അത് പരിശോധിക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ അത്തരം കാര്യങ്ങൾ കൈകാര്യം ചെയ്ത് പരിചയസമ്പന്നരായിട്ടുള്ള വനംവകുപ്പിൻ്റെ സർപ്പ വോളണ്ടിയേഴ്സ് ഉണ്ട്. സർപ്പ മൊബൈൽ ആപ്ലിക്കേഷൻ ഉണ്ട്. നമുക്ക് പ്ലേ സ്റ്റോറിൽ നിന്ന് അത് എല്ലാവരും ആ ഒരു സർപ്പ മൊബൈൽ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് നമ്മുടെ മൊബൈലിൽ ഇൻസ്റ്റാൾ ചെയ്ത് വയ്ക്കുന്നത് നല്ലതായിരിക്കും. മാത്രമല്ല അത് നേരത്തെ അത് ഓപ്പൺ ചെയ്ത് ഒന്ന് പരിശോധിച്ച് അതിലെന്തൊക്കെ സംവിധാനങ്ങളാണ്, എന്തൊക്കെ ഫീച്ചേഴ്സാണ് ഉള്ളത് എന്നുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കി വയ്ക്കുന്നത് നല്ലതായിരിക്കും. അതിൽ കേരളത്തിലുടനീളമുള്ള കേരളത്തിലെ എല്ലാ 14 ജില്ലകളിലും ഇതുപോലെ സർപ്പ വോളണ്ടിയേഴ്സ് ഉണ്ട്. ഏകദേശം 3600-ൽ പരം സർപ്പ വോളണ്ടിയേഴ്സ് കേരളത്തിൽ ആകെയുണ്ട്. സർപ്പ മൊബൈൽ ആപ്ലിക്കേഷനിലൂടെ അവരെ ഈ പാമ്പിനെ നമ്മുടെ വീട്ടിൻ്റെ പരിസരത്തൊക്കെ കണ്ടു കഴിഞ്ഞാൽ സർപ്പ ആപ്ലിക്കേഷനിലൂടെ തന്നെ സർപ്പ മൊബൈൽ ആപ്പിലൂടെ തന്നെ നമുക്കത് റിപ്പോർട്ട് ചെയ്യാൻ സാധിക്കും. അതിലൂടെ നമുക്ക് ഈ സർപ്പ വോളണ്ടിയേഴ്സിൻ്റെ സേവനം ലഭ്യമാക്കാൻ സാധിക്കും. അതുകൂടാതെ ഒരു പാമ്പ് കടി ഏൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ കേരളത്തിൽ എവിടെയൊക്കെ ഓരോ ജില്ല തിരിച്ച് ഓരോ ജില്ലയിലും ഏതൊക്കെ സ്ഥലങ്ങളിൽ ഏതൊക്കെ ഹോസ്പിറ്റൽസിലാണ് കൃത്യമായി ആൻറ്റി സ്നേക്ക് വെനൻ ട്രീറ്റ്മെൻറ്റ് അവൈലബിൾ ആയിട്ടുള്ളത് എന്നുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് മൊബൈൽ ആപ്ലിക്കേഷനിലുണ്ട്. അപ്പോൾ മൊബൈൽ ആപ്ലിക്കേഷൻ ഒന്ന് നമ്മുടെ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ട് സർപ്പ ഈ ആപ്പിലൂടെ നടത്തുന്നുണ്ട്. ഈ ചൂടുകാലമായാൽ സ്വാഭാവികമായും ചൂടിനൊപ്പം പലതരം അപകടങ്ങൾ കടന്നു വരുന്നു. അതിൽ ഒളിഞ്ഞിരിക്കുന്ന ഒരു അപകടമാണ് പാമ്പ് എന്ന് എല്ലാ തവണയും നമ്മൾ പറയാറുള്ളതാണ്. ഇക്കുറി പക്ഷേ അത് കുറച്ച് കൂടുതലാണ്. അതിൻ്റെ ഉപദ്രവമോ ശല്യമോ കൂടുതലാണ്. അപ്പോൾ ചൂടുകാലമായാൽ പാമ്പിനെ പ്രതിരോധിക്കാൻ എന്തെല്ലാം മാർഗങ്ങളെക്കുറിച്ചാണ് നിങ്ങൾ ഈ സർപ്പയിലൂടെ ജനങ്ങളിലേക്ക് എത്തിക്കുന്നത്? ചൂടുകാലം എന്നുള്ളതിനേക്കാൾ ഉപരി ഈ ഒരു സീസൺ എന്ന് പറയുന്നത് കുഞ്ഞു പാമ്പുകളെ കാണുന്നു എന്നുള്ളതാണ്. ചൂടുകാലത്ത് പൊതുവിൽ എല്ലാ ജീവികൾക്കും ഒരു തരം സ്ട്രെസ് ഡെവലപ്പ് ചെയ്യുമെന്നുള്ളത് സത്യമാണ്. അത് മനുഷ്യനും ചൂട് കാരണമുള്ള ഒരു ബുദ്ധിമുട്ട് അനുഭവപ്പെടാറുണ്ട്. മാത്രമല്ല മറ്റ് നമ്മുടെ വളർത്തു മൃഗങ്ങളായാലും നമുക്ക് ചുറ്റുവട്ടത്ത് കാണുന്ന മറ്റ് ജീവികളായാലും
കുടിവെള്ളത്തിൻ്റെതായ ഒരു ദൗർലഭ്യം കാരണവും അതുപോലെ മറ്റു തരത്തിൽ ചൂടിൻ്റെ ഒരു ആധിക്യം കാരണവും പലതരത്തിലുള്ള സ്ട്രെസ്സ് അവർക്ക് അനുഭവപ്പെടാറുണ്ട്. അപ്പോൾ ആ ഒരു കാലയളവിൽ ആ ഒരു സ്ട്രെസ്സ് ഉയർന്നു നിൽക്കുന്നത് കൊണ്ട് തന്നെ ഇപ്പോൾ ചൂട് കാരണം ചിലപ്പോൾ പാമ്പുകൾ പുറത്തേക്ക് കൂടുതലായി ഇറങ്ങാം എന്നൊരു ധാരണ പൊതുവിലുണ്ട്. അങ്ങനെയാണെങ്കിൽ തന്നെ പുറത്ത് കരിയിലേക്കും ഇത്തരത്തിലുള്ള പാമ്പിന് ഒളിഞ്ഞിരിക്കാൻ പറ്റുന്ന സാഹചര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത്തരം സ്ഥലങ്ങളിലേക്ക് പാമ്പുകൾ ആകർഷിക്കപ്പെടാം. അപ്പോൾ ഒരു സാധ്യത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സ്ട്രെസ് ലെവൽ ഹൈ ആയി നിൽക്കുന്നത് കൊണ്ട് തന്നെ സാധാരണഗതിയിൽ പാമ്പുകളും മറ്റും മനുഷ്യരുടെയൊക്കെ സാന്നിധ്യം കണ്ടു കഴിഞ്ഞാൽ ഓടി അടുത്ത മാളങ്ങളിലേക്കോ അല്ലെങ്കിൽ ഒളിയിടങ്ങളിലേക്കോ മാറുന്ന ഒരു സാഹചര്യമാണ് കണ്ടുവരാറുള്ളത്. പക്ഷേ ഈ സ്ട്രെസ് ലെവൽ ഹൈ ആയി നിൽക്കുന്ന സാഹചര്യങ്ങളിൽ അതിൻ്റെ ഒരു